കേരളം വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. ഈ നാടിന്റെ വിധി നിർണ്ണയിക്കാൻ നാം പോളിംഗ് ബൂത്തുകളിലേക്ക് നീങ്ങുമ്പോൾ ഇതുവരെയുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ യാത്ര നമുക്കൊന്ന് ഓർത്തെടുക്കാം. ജനാധിപത്യത്തിന്റെ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കാവുന്ന കേരളം 1956 നവംബർ 1 രൂപീകൃതമായതു മുതൽ ഇന്ന് വരെ ലോകത്തിന് കാട്ടിക്കൊടുത്തത് സമാനതകളില്ലാത്ത രാഷ്ട്രീയ മത്സരങ്ങളുടെ തേരോട്ടമായിരുന്നു. കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രം എക്കാലത്തും ആവേശകരവും പ്രവചനാതീതവുമായിരുന്നു. മുന്നണി രാഷ്ട്രീയത്തിന്റെ പരീക്ഷണശാലയായ കേരളത്തിൽ ഭരണം പിടിക്കാൻ നടന്ന പോരാട്ടങ്ങൾ അത്രമേൽ തീക്ഷ്ണവും. ചരിത്രം വഴിമാറിയത് 1957 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതുതെരഞ്ഞെടുപ്പിൽ ബാലറ്റിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വരുന്നത് കണ്ട് ലോകം സ്തംഭിച്ചു നിന്നു. EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ അധികാരമേറ്റ ആ സർക്കാർ വിപ്ലവാത്മകരമായ ഭൂപരിഷ്കരണത്തിലൂടെയും വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളിലൂടെയും വ്യവസ്ഥിതിയെ വെല്ലുവിളിച്ചു. എന്നാൽ വിമോചന സമരത്തിന്റെ വേലിയേറ്റത്തിൽ 1959 ആ മന്ത്രിസഭ പിരിച്ചുവിടപ്പെട്ടു. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ 356 വകുപ്പ് ഉപയോഗിച്ച് പുറത്താക്കിയത് കേരള രാഷ്ട്രീയത്തിലെ ഒരിക്കലും മായാത്ത കറുത്ത അധ്യായമായി ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു. 1960 നടന്ന അടുത്ത തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം നൽകിയ സഖ്യം അധികാരത്തിൽ വന്നു. പട്ടം താണുപിള്ള മുഖ്യമന്ത്രിയായി, പിന്നീട് R ശങ്കർ മുഖ്യമന്ത്രിയായി. എന്നാൽ ഈ സർക്കാരും കാലാവധി തികച്ചില്ല. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പിളർപ്പ് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളുണ്ടാക്കി. CPI, CPIM എന്നിങ്ങനെ രണ്ട് പാർട്ടികളായി അവർ പിരിഞ്ഞു. 1967 CPM സപ്തകക്ഷി മുന്നണി രൂപീകരിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിട്ടു. EMS വീണ്ടും മുഖ്യമന്ത്രിയായി. എന്നാൽ ഈ മുന്നണിയിലും ഭിന്നതകൾ രൂക്ഷമായി. ഒടുവിൽ CPI കോൺഗ്രസിനോടൊപ്പം ചേർന്ന് പുതിയ സർക്കാർ രൂപീകരിച്ചു. തുടർന്ന് അച്യുതമേനോൻ മുഖ്യമന്ത്രിയായി. അച്യുതമേനോന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കേരള ചരിത്രത്തിൽ സുപ്രധാനമാണ്. ഭൂപരിഷ്കരണം പൂർത്തിയാക്കിയതും ഇക്കാലയളവിലാണ്. കാലാവധി തികച്ച ആദ്യ സർക്കാർ എന്ന ഖ്യാതിക്കൊപ്പം കെൽട്രോൺ മുതൽ CDS വരെയുള്ള സ്ഥാപനങ്ങളിലൂടെ ആധുനിക കേരളത്തിന്റെ ബുദ്ധിപരമായ അടിത്തറ പാകിയതും അച്യുതമേനോന്റെ കാലഘട്ടത്തിലാണ്. ഇക്കാലത്തിലാണ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത്. 1975 ജൂൺ 25 അർദ്ധരാത്രി ഇന്ത്യ ഇരുട്ടിലേക്ക് ഉണർന്നു. ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ ജനാധിപത്യത്തിന്റെ നട്ടെല്ലൊടിച്ചു. കേരളത്തിൽ അച്യുതമേനോൻ സർക്കാരിന്റെ കാലാവധി നീട്ടിയപ്പോൾ മറുവശത്ത് രാജൻ എന്ന വിദ്യാർത്ഥിയുടെ തിരോധാനം ഒരു നാടിന്റെ നൊമ്പരമായി മാറി. അടിച്ചമർത്തപ്പെട്ട ജനത 1977 തെരഞ്ഞെടുപ്പിൽ ബാലറ്റിലൂടെ ഇതിന് മറുപടി നൽകി. ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് പൂർണ്ണമായും തുടച്ചു നിൽക്കപ്പെട്ടപ്പോൾ കേരളം ആഞ്ഞടിച്ച ആ ജനതാ തരംഗത്തിന് വഴങ്ങാതെ കോൺഗ്രസിന് നെഞ്ചേറ്റുകയായിരുന്നു. CPI, മുസ്ലിം ലീഗ്, RSP തുടങ്ങിയ പ്രമുഖ പാർട്ടികൾ കോൺഗ്രസിനൊപ്പമായിരുന്നു. ഈ വിപുലമായ ഐക്യമുന്നണിക്ക് താഴെത്തട്ടിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞു. മറുവശത്ത് CPIM നയിച്ച പ്രതിപക്ഷ നിരയ്ക്ക് ഈ കരുത്തിനെ മറികടക്കാൻ കഴിഞ്ഞില്ല. 1977 മാർച്ച് 25 K കരുണാകരൻ ആദ്യമായി കേരള മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. എന്നാൽ രാജൻ കേസിനെ തുടർന്നുണ്ടായ കോടതി പരാമർശങ്ങളെ തുടർന്ന് വെറും ഒരു മാസത്തിന് ശേഷം കരുണാകരൻ രാജിവെക്കേണ്ടി വന്നു. തുടർന്ന് AK ആന്റണി മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. എന്നാൽ 1978 കോൺഗ്രസ് പാർട്ടി ദേശീയ തലത്തിൽ കോൺഗ്രസ് I എന്നും കോൺഗ്രസ് U എന്നും പിളർന്നു. ഇന്ദിരാഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് I വിഭാഗത്തോടുള്ള വിയോജിപ്പും പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും കാരണം AK ആന്റണി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ തീരുമാനിച്ചു. ആന്റണിയുടെ രാജിയെ തുടർന്ന് മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ CPIയുടെ നേതാവെന്ന നിലയിൽ PK വാസുദേവൻ നായരെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തു. പക്ഷേ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി കസേരയിൽ അധിക നാൾ ഉറച്ചിരിക്കാൻ കഴിഞ്ഞില്ല. ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ CPI ദേശീയ തലത്തിലെടുത്ത ഒരു നയപരമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രാജിവെച്ചു. കോൺഗ്രസ് ബന്ധം ഉപേക്ഷിക്കണമെന്നും CPIMുമായി ചേർന്ന് ഇടതുപക്ഷ ഐക്യം കെട്ടിപ്പടുക്കണമെന്നുമായിരുന്നു ആ തീരുമാനം. ഇടതുപക്ഷ ഐക്യത്തിനു വേണ്ടി മുഖ്യമന്ത്രി കസേര വലിച്ചെറിഞ്ഞ് അദ്ദേഹം പടിയിറങ്ങിയപ്പോൾ അത് കേരളത്തിൽ LDF എന്ന കരുത്തുറ്റ മുന്നണിയുടെ പിറവിക്ക് കാരണമായി. അതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ അസ്ഥിരതയ്ക്കും കക്ഷിമാറ്റങ്ങൾക്കും ഒരു അന്ത്യം കുറിച്ചുകൊണ്ട് കേരളം LDF, UDF എന്നീ രണ്ട് ചേരികളിലേക്ക് കൃത്യമായി വിഭജിക്കപ്പെട്ടു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ഗ്രൂപ്പുകൾ എന്നിവ അണിനിരന്നു. വികസനത്തിനും മധ്യവർഗ താല്പര്യങ്ങൾക്കും മുൻഗണന നൽകുന്ന ഒരു ചേരിയായി ഇത് മാറി. CPIMന്റെ നേതൃത്വത്തിൽ CPI, RSP തുടങ്ങിയ ഇടത് പാർട്ടികൾ ഒന്നിച്ചു. കോൺഗ്രസ് വിരുദ്ധമായ ഒരു സോഷ്യലിസ്റ്റ് ചേരിയായി ഇത് മാറി. പിന്നീട് അങ്ങോട്ട് കൃത്യമായ 5 വർഷം കൂടുമ്പോൾ ഭരണം മാറുന്ന ഒരു രീതിയാണ് കേരളം കണ്ടത്. ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ പെൻഡുലം പൊളിറ്റിക്സ് എന്ന് വിളിച്ചു. 1987 നയനാർ തിരിച്ചു വന്നു. 1991 കരുണാകരനും ആന്റണിയും മാറി മാറി ഭരിച്ചു. 1996 വീണ്ടും നയനാർ. ഈ കാലഘട്ടത്തിലാണ് ജനകീയ ആസൂത്രണം പോലുള്ള പദ്ധതികൾ വഴി അധികാരം താഴെ തട്ടിലേക്ക് എത്തിയത്. പുതിയ നൂറ്റാണ്ടിൽ കേരളം കണ്ടത് VS അച്യുതാനന്ദൻ എന്ന ജനകീയ നേതാവിന്റെയും ഉമ്മൻചാണ്ടി എന്ന ജനകീയ മുഖ്യമന്ത്രിയുടെയും പോരാട്ടമാണ്. 2006 VS അധികാരത്തിൽ വന്നപ്പോൾ മൂന്നാർ ദൗത്യം പോലുള്ള കർശനമായ നടപടികൾ ശ്രദ്ധിക്കപ്പെട്ടു. 2011 വെറും 2 സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ ഉമ്മൻചാണ്ടി UDFനെ അധികാരത്തിലേറ്റിയത് ചരിത്രമായിരുന്നു.
എന്നാൽ 2016 പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF അധികാരത്തിൽ വന്നതോടെ കേരളം മറ്റൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചു. പ്രളയവും മഹാമാരിയും നാടിനെ ഉലച്ചപ്പോൾ സർക്കാർ നടത്തിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കി. 4 പതിറ്റാണ്ടായി കേരളം കാത്തുസൂക്ഷിച്ച ഭരണം മാറി മാറി വരുന്ന ശീലം 2021 തിരുത്തപ്പെട്ടു. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF വീണ്ടും അധികാരത്തിൽ വന്നു. തുടർ ഭരണം എന്ന വാക്ക് കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു യാഥാർത്ഥ്യമായി. ഇന്ന് നാം 2026 പടിവാതിക്കൽ നിൽക്കുന്നു. ചരിത്രം ആവർത്തിക്കപ്പെടുമോ അതോ പുതിയൊരു വഴിത്തിരിവുണ്ടാകുമോ? ഇലക്ഷൻ എന്നാൽ വെറും കണക്കുകളല്ല, അത് ഒരു ജനതയുടെ ആഗ്രഹങ്ങളുടെ പ്രതിഫലനമാണ്. മുന്നണി കോട്ടകൾക്കുള്ളിലെ തന്ത്രങ്ങളും ജനമനസ്സിലെ വികാരങ്ങളും ഏറ്റുമുട്ടുമ്പോൾ എന്താകും കേരളത്തിന്റെ പുതിയ ചരിത്രമെന്ന് കാത്തിരുന്നു കാണാം.